നമസ്കാരം. പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. 1964 ഒക്ടോബർ 9 അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. വൈകുന്നേരം കോട്ടയം തിരുനക്കര മൈതാനത്ത് തിങ്ങിനിറഞ്ഞ ആൾക്കൂട്ടത്തെ സാക്ഷിയാക്കി വിറയാർന്ന ശബ്ദത്തിൽ ഭാരത കേസരി മന്നത്ത് പത്മനാഭൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സംസ്ഥാന പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തി. ആർ. ശങ്കർ മന്ത്രിസഭയുടെ അഴിമതി നിറഞ്ഞ ദുർഭരണത്തിന് അറുതി വരുത്തിയ 15 യുവ MLA-മാരുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് എന്ന പേരിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപമെടുത്തിരിക്കുന്ന വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നായിരുന്നു മന്നത്ത് പത്മനാഭൻ പ്രഖ്യാപിച്ചത്. ഈ വർഷം ഒക്ടോബർ 9 ബുധനാഴ്ച കേരള കോൺഗ്രസിന് 60 വയസ്സ് പൂർത്തിയാവും. ഒരുപാട് ഉയർച്ച താഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ച കേരള കോൺഗ്രസ് ശോഷിച്ച് ഒരു പരുവമായി നിൽക്കുകയാണ്. പല കഷ്ണങ്ങളായി മാറി നിൽക്കുന്ന കേക്കോ ഗ്രൂപ്പുകളിൽ പ്രബലമെന്ന് കരുതുന്ന മാണി കേരള കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഇടതുമുന്നണിയിൽ തുടരുമോ അതോ ഐക്യമുന്നണിയിലേക്ക് ചേക്കേറുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കോൺഗ്രസിനെതിരെ ജന്മമെടുത്ത് 10ാം വർഷത്തിൽ കോൺഗ്രസിനൊപ്പം ഭരണത്തിൽ പങ്കാളിയായ പാരമ്പര്യമുള്ളവരാണ് കേരള കോൺഗ്രസുകാർ. അതുകൊണ്ട് തന്നെ അധികാരത്തിനു വേണ്ടി മുന്നണി മാറുന്നത് ഒരു പാപമായി ഇവർ കരുതുന്നില്ല. കോൺഗ്രസിലെ 15 യുവ MLA-മാരുമായി രൂപീകരിച്ച കേരള കോൺഗ്രസിന് ഇന്ന് ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തുമായുള്ള 5 കേക്കോ ഗ്രൂപ്പുകളിലായി 10 MLA-മാരുണ്ട്. ഈ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ളതും പ്രബലമായ പാർട്ടി കേരള കോൺഗ്രസ് മാണിയാണ്. 5 നിയമസഭാ സാമാജികരും പാർലമെന്റിന്റെ ഇരുസഭകളിലുമായി ഓരോ MP-മാരും മാണി ഗ്രൂപ്പിനുണ്ട്. ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് മാണി കോൺഗ്രസിനെ നയിക്കുന്ന ജോസ് കെ മാണിയും കൂട്ടരും കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി UDF വിട്ടുപോയത്. കെ മണിയുടെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിലും ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിയായ ജോസ് ടോമിന് കനത്ത പരാജയം നേരിടേണ്ടി വന്നു. തുടരെ വന്ന 2 പരാജയങ്ങൾ ജോസിനെ വ്യക്തിപരമായും രാഷ്ട്രീയമായും ഏറെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. പാലായിൽ കാലുറപ്പിക്കാനാവാത്ത ജോസിനെ എങ്ങനെ മുന്നണി സംവിധാനങ്ങളിൽ നിർണായക ശക്തിയായി മാറാനാവും എന്നതിൽ ഒരുപാട് സന്ദേഹങ്ങളുണ്ട്. ജൂലൈ 1 രാജ്യസഭയിൽ കാലാവധി പൂർത്തിയാക്കുന്ന ജോസ് കെ മാണിക്ക് ഒരു വട്ടം കൂടി അവസരം ഇടതുമുന്നണി നൽകുമോ എന്നത് നിർണായകമാകും. ജോസ് കെ മാണി മുന്നണി വിട്ടാലും മന്ത്രി റോഷി അഗസ്റ്റിൻ സ്ഥാനത്യാഗം നടത്തി ഇടതുമുന്നണി വിടാൻ ഒരു സാധ്യതയും നിലവിലില്ല. അതാണ് കേരള കോൺഗ്രസുകാരുടെ പാരമ്പര്യം. അധികം താമസിയാതെ മറ്റൊരു കേരള കോൺഗ്രസ് കൂടി കേരള രാഷ്ട്രീയത്തിൽ പിറക്കാനിടയുണ്ട് എന്നർത്ഥം. അത് പാർട്ടിയുടെ ഷഷ്ടി പൂർത്തിക്ക് മുമ്പാകുമോ ശേഷമാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്.